ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സഭയെ നിശ്ചയിച്ചിരിക്കുന്ന വിഷയം പക്ഷപാതക്കാരന്റെ സൗഖ്യത്തിന്റെ സഹിത്വം. അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ. എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുകെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. അങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നോമിന്റെ 15-ാം ദിവസമായ ഇന്ന് പാപമോചനം നൽകുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അവിടെ പക്ഷപാതക്കാരനായ ഒരു മനുഷ്യനെ 4 പേർ ചേർന്ന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും വീടിന്റെ മേൽക്കൂര പൊളിച്ച് പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ ഇറക്കി വെക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് കാണാം. അവർക്ക് യേശുവിലുള്ള ആഴമായ വിശ്വാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് അവസ്ഥയിലും യേശുവിന്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം ലഭിക്കുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു അവിടെ മനസ്സലിയുന്നത്. ഈ ഭാഗത്ത് 2 ചിന്തകളാണ് ധ്യാനിക്കാൻ പോകുന്നത്. ഒന്ന്, പാപമോചനം യേശു അംഗീകരിക്കുന്നു. ഈ ഭാഗം യേശുവിന്റെ അടുക്കൽ പക്ഷപാതക്കാരനെ കൊണ്ടുപോകുമ്പോൾ മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട്. പണ്ട് കാലത്ത് പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ട് രോഗം വരുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു. യേശു അവന്റെ രോഗം മാറ്റുകയും അവന്റെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. രണ്ടാമതായി ഞാൻ പറയുന്നത് സൗഖ്യദായകനായ യേശു. പക്ഷപാതക്കാരനായ രോഗി അനേക വൈദ്യരുടെ ചികിത്സയാൽ സൗഖ്യം പ്രാപിക്കാത്ത ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ വൈദ്യന് അവന്റെ യഥാർത്ഥ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകാനായില്ല. യേശു അവന്റെ പാപങ്ങൾ മോചിച്ച് കൊടുത്തതിനൊപ്പം അവന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് യേശു പറയുന്നു. അവന്റെ കിടക്കയിൽ നിന്ന് അവനൊരു ഉയർപ്പ് യേശു നൽകുന്നു. 4 പേർ അവനെ ചുമന്നുകൊണ്ട് വന്നുവെങ്കിൽ യേശുവിനെ കണ്ടപ്പോൾ കിടക്കയെടുത്ത് നടന്നു. ഈ നോമിന്റെ കാലയളവിൽ പാപത്തിന്റെ കുഴിയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ആവശ്യമാണ്. ഈ നോമിന്റെ നാളുകളിൽ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ അടുത്തു വന്ന് നമ്മുടെ കുറവുകളെ ഏറ്റുപറയണം. 2 ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. ഒന്ന്, പാപമോചനം യേശു അംഗീകരിക്കുന്നു. 2, സൗഖ്യദായകനായ യേശു. ഈ 4 പേരുടെയും വിശ്വാസം പോലെ നമ്മുടെ ഈ നോമ്പിന്റെ നാളിൽ വിശ്വാസമുള്ളവരായിരിക്കണം. ഈ നോമ്പിന്റെ നാളിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായ യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ നോമ്പിന്റെ നാളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.